ഓം ശ്രീ സായിരാം. ഡോക്ടർ സഫയ, ഭഗവാന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഡയറക്ടർ. അദ്ദേഹം തിരുമുമ്പിൽ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം തുടങ്ങി, ഒരിക്കൽ എനിക്കൊരു ആൺകുട്ടിയുടെ ഹൃദയം ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു. ഷിർഡി മന്ദിരത്തിലെ പൂജാരിയുടെ മകനായിരുന്നു ആ കുട്ടി. എല്ലാവരും കൈയൊഴിഞ്ഞപ്പോഴാണ് അവർ പുട്ടപ്പർത്തിയിൽ എത്തിയത്. അങ്ങനെ സഹായികളായ 2 ഡോക്ടർമാർക്കൊപ്പം ഞാൻ ശസ്ത്രക്രിയ ആരംഭിച്ചു. പക്ഷേ ശസ്ത്രക്രിയ തീരാറായപ്പോൾ കുട്ടിക്ക് ഗുരുതരമായ ഹൃദയപ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. താമസിയാതെ ആ കുട്ടി മരിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം പരാജയങ്ങൾ എനിക്കുണ്ടായിട്ടില്ല. എനിക്കത് വലിയ ആഘാതമായി മാറി. ഹൃദയം പൊട്ടുമാറ് ഞാൻ മൗനമായി പ്രാർത്ഥിച്ചു, കരഞ്ഞു. കനത്ത നിരാശ എന്നെ ബാധിച്ചു. ഒരു വിധത്തിൽ ഞാൻ കസേരയിൽ പോയി ഇരുന്നു. ഭഗവാന്റെ ചിത്രത്തിൽ നോക്കി വിതുമ്പിപ്പോയി. ഭഗവാന്റെ ആശുപത്രിയിൽ വച്ച് തന്നെ ഇങ്ങനെയൊന്ന് സംഭവിച്ചല്ലോ, രക്ഷിക്കണേ സ്വാമി എന്ന് ഹൃദയം പിടഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ആ വിധം ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. ഇത്രയും പറഞ്ഞപ്പോൾ ഭഗവാൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. ഭഗവാൻ ഡോക്ടറോട് പറഞ്ഞു, ആ സമയം എന്താണ് നടന്നത് എന്ന് ഇപ്പോൾ ഞാൻ നിന്നോട് പറയാം. ഭഗവാൻ എല്ലാവരോടുമായി തുടർന്നു. ഡോക്ടർ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തിയേറ്ററിൽ വന്നു. ആ കുട്ടിയുടെ ഹൃദയം ശരിയാക്കി. പിന്നെ വിഭൂതി സൃഷ്ടിച്ച് അവൻ്റെ നെറ്റിയിൽ തൊട്ടു. എന്നിട്ട് ഞാൻ മെല്ലെ മടങ്ങുകയും ചെയ്തു. ഇത്രയും പറഞ്ഞ് സ്വാമി സിംഹാസനത്തിൽ വീണ്ടും ഇരുന്നു. ഡോക്ടർ വിസ്മയത്തോടെ തുടർന്നു, സായിരാം സായിരാം എന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. അപ്പോഴാണ് കസേരയിൽ നിന്ന് ആ കനത്ത ദുഃഖത്താൽ ഞാൻ ഉറങ്ങിപ്പോയി എന്ന് എനിക്ക് മനസ്സിലായത്. ആ ശബ്ദം കേട്ടത് സർജറി കഴിഞ്ഞു കിടക്കുന്ന ആ കുട്ടിയിൽ നിന്നായിരുന്നു. അവൻ അബോധാവസ്ഥയിൽ സായിറാം ജപിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ഹൃദയം മിടിക്കുന്നു. അവൻ്റെ നെറ്റിയിൽ വിഭൂതിയും ഞാൻ കണ്ടു. ഉടൻ തന്നെ ബാക്കിയുള്ള ശസ്ത്രക്രിയാഭാഗങ്ങളും ഞങ്ങൾ പൂർത്തിയാക്കി. ജയ് സായിരാം. കരകവിഞ്ഞൊഴുകുന്ന കൃപയാണ് സായി കൃപ. ആ കൃപ ആവോളം സേവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി സായി ഗംഗയിലേക്ക് നമുക്ക് എടുത്തു ചാടാം. അതിനുള്ള കരുത്ത് ഭഗവാൻ തന്നെ നമുക്കേകട്ടെ.